ഗൈസ് ജിയോഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ഷോർട്ട് ക്രിയേറ്റേഴ്സിന് ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടുന്ന ഒരു അപ്ഡേഷൻ ആണ് നമുക്കിപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഷോർട്ട് വീഡിയോൻ്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ നമുക്ക് 2027 ഫെബ്രുവരി മുതൽ നമുക്ക് മാറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ മോണിറ്റൈസേഷൻ ആക്കിയാലും ഷോർട്ട് വീഡിയോനകത്ത് വരുമാനം കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത്, എന്താണ് അവസ്ഥ, എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. നിങ്ങൾ പരമാവധി വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇത്ര നാളെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി ഷോർട്ട് വീഡിയോ മോണിറ്റൈസേഷൻ ആകുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10 മില്യൺ, അതായത് ഫുൾ മോണിറ്റൈസേഷന് നിങ്ങൾക്ക് 10 മില്യൺ എൻഗേജ്ഡ് വ്യൂവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് വേണ്ടത്. ഓക്കെ, അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ മാറ്റി 20 മില്യൺ, അതായത് 20 മില്യൺ ഷോർട്ട് വ്യൂവേഴ്സ് എൻഗേജ്ഡ് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫെബ്രുവരി 1 മുതൽ മോണിറ്റൈസേഷൻ ആക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അങ്ങനെ ആക്കിയാൽ തന്നെ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 90 ദിവസത്തിൽ നിങ്ങൾക്ക് 1 മില്യൺ ഷോർട്ട് വ്യൂസ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. അത് നിങ്ങൾ ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഒന്നും കിട്ടാത്തില്ല, മോണിറ്റൈസേഷൻ ഒന്നും കട്ടായി പോകില്ല, പക്ഷേ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടത്തില്ല. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാരണം യൂട്യൂബ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം യൂട്യൂബ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായ യൂട്യൂബേഴ്സ് ഉണ്ട്. സാധാരണക്കാരെന്ന് വെച്ചാൽ വലിയ വ്യൂസ് ഇല്ലാത്ത എന്നാൽ കുറച്ചൊക്കെ വരുമാനം കിട്ടി മേടിച്ചു പോകുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവരെ കൊണ്ട് യൂട്യൂബിന് വലിയ ഉപകാരമില്ല. പക്ഷെങ്കിൽ മുന്നോട്ട് നല്ല റീച്ചുള്ള ആൾക്കാരെ മാത്രം നിലനിർത്തി പോവുക എന്നൊരു ഉദ്ദേശത്തോടെ ആയിരിക്കണം ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു 1000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ചെറിയൊരു $0.something നമുക്ക് കയറും അല്ലേ? അല്ലെങ്കിൽ ഒരു നമുക്ക് എല്ലാവർക്കും ഒന്നും ഒരു 3 മാസത്തിൽ 1 മില്യൺ വ്യൂസ് ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ? അപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് മോണിറ്റൈസേഷൻ കട്ടാകുന്നില്ല പക്ഷേ ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മില്യൺ ഷോർട്ട് വ്യൂസ് നിങ്ങൾ നിലനിർത്തി പോയേ പറ്റത്തുള്ളൂ. പക്ഷേ ഹാഫ് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊന്നും ചേഞ്ച് ആയിട്ടില്ല. ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 30 ലക്ഷം ഷോർട്ട് വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവും. 500 സബ്സ്ക്രൈബേഴ്സും 30 ലക്ഷം ഷോർട്ട് വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവും. അതിന് നമുക്ക് സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് കാര്യങ്ങൾ ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, അത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ അകത്തുനിന്നുള്ള ഫുൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയക്ക് അതായത് പരസ്യം എന്നുള്ള ഏണിങ്സോ കാര്യങ്ങളോ വാച്ച് പേജ് ആർട്സ് ഷോർട്ട് പീരിയഡ് ആർട്സ് എന്നുള്ള സംഭവങ്ങളോ ഒന്നും ഓണായി കിട്ടത്തില്ല. ഹാഫ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ലോങ് വീഡിയോയ്ക്ക് അതുപോലെ തന്നെയാണ്. 3000 മണിക്കൂർ ലോങ് വീഡിയോയ്ക്ക് നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ നമുക്ക് 8000 മണിക്കൂർ എന്നുള്ളടത്ത് ഹാഫ് മോണിറ്റൈസേഷൻ പഴയ പോലെ തന്നെ 3000 മണിക്കൂർ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ഉടായിപ്പിൽ കൂടെ വീഡിയോ ചെയ്തിട്ടോ അല്ലെങ്കിൽ റീച്ച് കുറയുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടോ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായി തീരുമെന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, കൂടുതൽ ആൾക്കാർക്കുള്ളൊരു സമാധാനം, ഞാൻ മോണിറ്റൈസേഷൻ ആയല്ലോ. അപ്പം ഞാനും ചിന്തിക്കുന്നുണ്ട്, ഞാൻ മോണിറ്റൈസേഷൻ ആയല്ലോ. നിങ്ങളെല്ലാവരും ചിന്തയാണ് ഞാൻ മോണിറ്റൈസേഷൻ ആയല്ലോ, അപ്പോൾ എനിക്കിനി പ്രശ്നമില്ലല്ലോ, നമുക്കിനി പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു ഫെബ്രുവരി 1 മുതൽ 2027 ഫെബ്രുവരി 1 മുതൽ നിങ്ങൾക്കും ഈ ഒരു ക്രൈറ്റീരിയ എല്ലാം ബാധകമാണ്. പുതിയതായിട്ട് വരുന്ന മോണിറ്റൈസേഷൻ ആൾക്കാർ, നിങ്ങൾ മോണിറ്റൈസേഷനായി സംഭവം ശരിയാണ്, പക്ഷെ നിങ്ങൾ 1 മില്യൺ ഷോർട്ട് വ്യൂസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നിങ്ങൾ ഷോർട്ട് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ ഷോർട്ട് വെച്ചിട്ടാണ് മോണിറ്റൈസേഷൻ ആയതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ 1 മില്യൺ ഷോർട്ട് വ്യൂസ് നിങ്ങൾ 90 ദിവസത്തിൽ 3 മാസത്തിൽ 1 മില്യൺ ഷോർട്ട് വ്യൂസ് എങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മോണിറ്റൈസേഷൻ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടത്തുള്ളൂ, ഏണിങ്സ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് കൂടുതൽ സീനായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷൻ വരുന്ന സംഭവം തന്നെയാണ്. കാരണം യൂട്യൂബിന് ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളും ക്രിയേറ്റേഴ്സിന് കൂടുതൽ ഉപകാരപ്പെടുന്നതും അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ കൂടുതൽ അബദ്ധത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് യൂട്യൂബ് മനസ്സിലാക്കുന്നത് നമ്മളെ കൂടുതൽ എന്ത് ചെയ്യണം, കൂടുതൽ നമ്മളെ വീഡിയോ ചെയ്യാനും കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള മാർഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനും നമ്മളെ ചിന്തിപ്പിക്കുന്ന കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. ബൈ.